ഇദാ ഖുംത ഇലൈഹാ ഫഅലം അന്നല്ലാഹ മുഖ്ബിലുൻ അലൈക. നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ഓർക്കണേ, അല്ലാഹു നിന്റെ മുമ്പിലേക്ക് അല്ലാഹു മുന്നിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. നമുക്ക് ഒരാളോടെ ഒരു സമയത്ത് ഒരു ഡയലോഗ് ചെയ്യാൻ പറ്റും. ഒരാളോടെ 1 to 1, അല്ലെ? ഞാൻ ഹുസൈനാജിയോട് സംസാരിച്ചു, ആ സമയത്ത് എനിക്ക് ഡോക്ടറോട് സംസാരിക്കാൻ കഴിയില്ല, അത് നിർത്തിയിട്ട് വേണം പറയാൻ. അല്ലാഹു സൃഷ്ടികളെ പോലെയല്ല. സൃഷ്ടികൾക്ക് 1 to 1 പറ്റൂ. അല്ലാഹു 1 to billion ഒരേ സമയത്ത് അള്ളാഹുവിന് ചെയ്യാൻ കഴിയും. അതാണ് റബ്ബും സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം. മുഖാലിഫുല്ലിൽ ഹവാദിസ്, അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല. അതുകൊണ്ടാണ് കോടിക്കണക്കിന് ആളുകളുടെ ഹിസാബ് വളരെ പെട്ടെന്ന് ഞുടയിട കൊണ്ട് അള്ളാഹു തആല ചെയ്തു തീർക്കും. കോടിക്കണക്കിന് ആളുകളോട് ഒരേ സമയം 1 to 1 അള്ളാഹുവിന് കൺവേഴ്സ് ചെയ്യാൻ കഴിയും. ഇതാണ് അള്ളാഹു ജല്ല ജലാലു. അള്ളാഹുലേക്ക് നമ്മൾ മുന്നിടുമ്പോൾ അറിയണേ, അന്നല്ലാഹ മുഖ്ബിലുൻ അലൈക, അള്ളാഹു തആല നിന്നിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ്, നിന്നെ ശ്രദ്ധിക്കുകയാണ്. നിനക്കെന്താണ് പറയാനുള്ളതെന്ന് അള്ളാഹു നിന്നെ കേൾക്കുകയാണ്. ഫഅഖ്ബിൽ അലാ മൻ ഹുവ മുഖ്ബിലുൻ അലൈക. നിന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളോടാണ് നീ സംസാരിക്കാൻ പോകുന്നത് എന്ന് ഓർമ്മ വരണേ. എന്നിട്ട് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാവാരിധിയായ കരുണാനിധിയായ എല്ലാം തന്നവനായ അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവാണ് റബ്ബേ നീയാണ് എല്ലാറ്റിനും അന്നവും വെള്ളവും കൊടുക്കുന്നത്. നീയാണ് മനുഷ്യ മക്കൾക്ക് അധ്വാനിക്കാൻ ആരോഗ്യം കൊടുത്തത്. നീയാണ് അവരുടെ കരങ്ങളിൽ, അവരുടെ വീടുകളിലേക്ക് മക്കൾക്ക് സ്വന്തത്തിന് ഭക്ഷണം കൊണ്ടുകൊടുക്കാനുള്ള അവസരം നൽകിയത്. നിന്റെ തർബിയത്തില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി റബ്ബേ. നീ റബ്ബുൽ ആലമീനാണ്, അർ-റഹ്മാനിർ റഹീം. എന്നാലും നീ കാരുണ്യവാൻ തന്നെ, നീ കരുണാവാരിധിയാണ് റബ്ബേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. കാരുണ്യവാനായ റബ്ബേ, ഇബാദത്തിന് അർഹനായവൻ നീ മാത്രമാണ് റബ്ബേ. ഒരു മഖ്ലൂക്കിനും മഖ്ലൂക്കിന്റേതായ കഴിവില്ല റബ്ബേ. സഹായം നീ നൽകുന്ന സഹായം മാത്രമാണ് തമ്പുരാനെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നേരായ വഴിയിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണേ തമ്പുരാനെ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. എത്രയോ ആളുകൾ സജ്ജനങ്ങളായി ഞങ്ങളുടെ മുമ്പിൽ കടന്നുപോയി, അവരുടെ മാർഗത്തിലേക്ക് എന്നെയും ചേർത്തണേ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം. നീ ദേഷ്യപ്പെട്ടവരുടെ മാർഗമല്ല റബ്ബേ. വലല്ലാലീൻ. പിഴച്ചുപോയവരുടെ മാർഗവുമല്ല, സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് എന്നെ വഴി നടത്തേണമേ. ആമീൻ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. പറയുക നബിയേ, അല്ലാഹു ഏകനാണ്, ഒരേ ഒരുത്തനാണ്. അല്ലാഹു സ്വമദ്. എന്റെ റബ്ബിന് ആരുടെയും ആശ്രയം ആവശ്യമില്ല, എല്ലാവരും അവനെ ആശ്രയിച്ചിരിക്കുന്നവരാണ്. ലം യലിദ് വലം യൂലദ്. അല്ലാഹു ഒരാളെയും പ്രസവിച്ചിട്ടില്ല. അല്ലാഹു ആണെങ്കിലോ ഒരാൾക്കും പ്രസവിക്കപ്പെട്ടവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നിനക്ക് തുല്യമായി ആരുമേ ഒന്നുമേ ഈ പ്രപഞ്ചത്തിലില്ല റബ്ബേ. നിന്റെ ഈ ലോകത്തില്ല റബ്ബേ. നീ ഒരേ ഒരുത്തൻ. നിന്റെ വഹ്ദാനിയത്തും റുബൂബിയത്തും ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു അക്ബർ. നീ വലിയവനാണ് അല്ലാഹുവേ. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി. മഹോന്നതനായ റബ്ബേ, നിന്റെ മഹോന്നതി ഞാൻ ഉയർത്തി പറയുന്നു, നിന്നെ ഞാൻ പുകഴ്ത്തുന്നു റബ്ബേ. സുബ്ഹാന. സുബ്ഹാന എന്നതിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇറക്കമിറങ്ങുമ്പോൾ ചൊല്ലൽ സുന്നത്താണ് സുബ്ഹാനല്ലാഹ്. കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. ഇതൊക്കെ കേരളത്തിന്റെ റോഡുകളിൽ ചൊല്ലിയിട്ടില്ലേ, പിന്നെ ഏത് നാട്ടിലെ വീട് ചൊല്ലുക? താഴെ ഇറങ്ങുമ്പോ, ഇറക്കം വിടുമ്പോ സുബ്ഹാനല്ലാഹ്. എന്തെന്നറിയോ? സുബ്ഹാന്റെ അർത്ഥം എന്താ? അല്ലാഹുവേ, യു ആർ ട്രാൻസെൻഡ്. അല്ലാഹുവേ, നീ ഒരു ന്യൂനതയും ഇല്ലാത്തവനാ റബ്ബേ. ഇറക്കെന്ന് പറഞ്ഞൊരു താഴ്ചയല്ലേ? നിനക്ക് താഴ്ചയും കുറവൊന്നുമില്ല റബ്ബേ, നീ മീതയാണ്. നമ്മൾ കയറ്റം കയറാണ്. അടിമാലി എത്തന വരെ ചൊല്ലാം, കോതമംഗലം വിട്ടാൽ, അല്ലേ, നേര്യമംഗലം വിട്ടാൽ അല്ലാഹു അക്ബർ. ബസ്സിലൊക്കെ വെറുതെ ഇരിക്കല്ലേ, തക്ബീർ, അല്ലാഹു അക്ബർ. മെല്ലെ ചൊല്ലിക്കോ, അടുത്തുള്ള ആൾക്കാരെ പേടിപ്പിക്കൊന്നും വേണ്ട, മെല്ലെ ചൊല്ലിയാൽ മതി. അല്ലാഹു അക്ബർ. നീ വലിയവനാ റബ്ബേ. നമ്മൾ കയറ്റം കയറുമ്പോ മേലോട്ട് പോവുക. റബ്ബേ, ഞങ്ങൾ മേലോട്ട് പോയാൽ ഇതൊന്നൊരു മേലയല്ല, നീയാണ് ഏറ്റവും മീതയുള്ളത്. അല്ലാഹു അക്ബർ. നമ്മൾ റുക്കൂൾക്ക് പോവുക, അതൊരു ചെരിവാണ്, ഒരു താഴ്ചയാണ്. സുബ്ഹാന റബ്ബേ, നിനക്ക് ന്യൂനതയുടെ ഒരു വിശേഷണവും ഇല്ല റബ്ബേ, നീ മീതയാണ്.
സുജൂദും താഴെയാണ്. റബ്ബേ നീ താഴെ പോകുന്നില്ല, സുബ്ഹാന നിൻ പരിശുദ്ധനാണ്. ആ രണ്ട് പൊസിഷനിലുമുള്ള ദിക്റിന്റെ പ്രത്യേകത നോക്കൂ. ആ ആശയവും നമ്മുടെ കുനിയലും സുജൂദും മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. വഅലം അറിയണം ബി അന്ന ജിഹത തസ്ദീഖി ലിഖൽബിക അന്നഹു ഖരീബും ബിക, അറിയണമേ അള്ളാഹു നിന്റെ ഓട് വളരെ അടുത്ത് നിൽക്കുകയാണ്. അള്ളാഹു മക്കത്താണ്, അങ്ങനെ വിചാരിക്കണ്ട. അള്ളാഹുവിനെ ഒരു ഖൽഖിലേക്ക് ബന്ധിപ്പിക്കാൻ പാടില്ല. അള്ളാഹു ആകാശത്താണെന്ന് പറയാൻ പാടുണ്ടോ? ഇല്ലയോ? ഐനല്ലാഹ് ഫിസ് സമാഇ, നമ്മുടെ ഇൽമുൽ കലാമിൽ നമ്മുടെ അഖീദയുടെ ആലിമീങ്ങളുടെ ഇടയിലുള്ള ചർച്ചയാണ്. ആകാശം അള്ളാന്റെ സൃഷ്ടിയാണ്. അള്ളാഹു സൃഷ്ടികൾക്ക് അതീതനാണ്. അപ്പൊ ആകാശം എന്ന് തോന്നിപ്പിക്കുന്ന വാക്കിന് മാ സമാ വഅല, ഉയർന്നതിന് മുഴുവൻ സമാ എന്ന് പറയും. അള്ളാഹുവേ നീ ഉന്നതിയിലാണ്, അത്രേ അർത്ഥം കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ അള്ളാഹു സ്പേസിലാണ് എന്ന് പറയാൻ പാടില്ല. അത് അള്ളാഹിന്റെ സൃഷ്ടിയാണ്. അള്ളാഹു അവന്റെ സൃഷ്ടികളിലേക്ക് വരില്ല. വഅലം ബിഅന്ന ജിഹത തസ്ദീഖി ലിഖൽബിക അന്നഹു ഖരീബും മിൻക, അല്ലാഹു നിന്റെ മുമ്പിൽ അള്ളാന്റെ റഹ്മത്ത് കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും ഇൽമു കൊണ്ടും നിന്റെ മുമ്പിലുണ്ട്. അല്ലാഹ് എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാ? അള്ളാഹു എല്ലായിടത്തുമുണ്ട്. എങ്ങനെ? അള്ളാന്റെ ശരീരം കൊണ്ടെന്ന് പറയരുത്. ബിഇൽമിഹി വഖുദ്റതിഹി വറഹ്മതിഹി, അള്ളാഹുവിന്റെ അധികാരം കൊണ്ട്, അവന്റെ ഇൽമു കൊണ്ട്, അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് അള്ളാഹു എല്ലായിടത്തുമുണ്ട്. അങ്ങനെ മറുപടി പറയാൻ പറ്റും. അള്ളാഹുവിന്റെ ദാത്തിനെ ഒരു സൃഷ്ടിയിലേക്കും ബന്ധിപ്പിക്കുക പാടുള്ളതല്ല. അത് നമ്മുടെ അഖീദയിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ആ അല്ലാഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, കഴുത്തിലെ പ്രധാനപ്പെട്ട നരമ്പാണ് കണ്ഠനാടി. ആ കണ്ഠനാടിയെക്കാളും അല്ലാഹു നിങ്ങളോട് അടുത്തിരിക്കുകയാണ്. നമ്മുടെ ഓരോ മസ്ജിദിലും നമുക്ക് അള്ളാഹുവിന്റെ സാന്നിധ്യം അറിയാൻ കഴിയണം. നമ്മുടെ പള്ളി, നമ്മുടെ വീടുകളിൽ മുസല്ലകൾ ഉണ്ടാകാം. ഉമ്മമാരെ നിസ്കരിക്കുന്ന ആ നിസ്കാര റൂമുകൾ, അള്ളാഹുവിന്റെ സാന്നിധ്യം, അള്ളാഹു മുമ്പിലുണ്ട്. ആലോചിച്ചു നോക്കൂ, അള്ളാഹു അരികത്തുണ്ട്. ഖാദിറുൻ അലൈക, അള്ളാഹു നിന്റെ മേൽ എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന ഓർമ്മയിൽ നിസ്കരിക്കെ. ഫഇദാ റകഅത ഫലാ തുഅമ്മിൽ അൻ തഖൂം, ഇത് വല്ലാത്ത അത്ഭുതമുള്ള വാക്കാണ്. റുകുഇലേക്ക് പോയാൽ ഇനി ഞാൻ ഖിയാമിലേക്ക് വരുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. യാ റബ്ബ്, പടച്ചോനെ, എന്താ നമ്മളൊക്കെ പ്ലാൻ ചെയ്യും, നമ്മൾ ഡേറ്റ് കൊടുക്കും 2-3 കൊല്ലപ്പുറത്തേക്കൊക്കെ. ആരുണ്ട്, എന്തുണ്ട്, അല്ലാഹു അഅലം. ഞാൻ പറയാറുണ്ട്, ഡേറ്റൊക്കെ ചോദിക്കുമ്പോ നമ്മളുണ്ടോ ആരുണ്ട് എന്ന് അറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്നെ പറ്റുമോന്ന് അറിയില്ല. ആയുസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടത്താം, അങ്ങനെ പറയാം. എന്നാലും നാണക്കേടാണ്. ഉസാമ റളിയല്ലാഹു അൻഹു 2 ആഴ്ചത്തേക്കൊരു സാധനം വാടകക്കെടുത്തപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞു, ഇന്ന ഉസാമാല തൊവീലുൽ അമൽ, ഉസാമയുടെ ആ ഒരു അത്യാർത്ഥി വല്ലാത്ത അത്താർ 2 ആഴ്ച ജീവിക്കുന്നല്ലേ ആ പ്രതീക്ഷിച്ചത്. സുബ്ഹാനല്ലാഹ്, അഫാനല്ലാഹ്, അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. എന്താ ചെയ്യാം? ഫഇദാ റകഅത ഫലാ തുഅമ്മിൽ ലൻ തഖൂം, റുകുഇലേക്ക് പോകുമ്പോൾ എഴുന്നേൽക്കുമെന്ന് നീ പ്രതീക്ഷിക്കല്ലേ. വമസ്സിലിൽ ജന്നത അൻ യമീനിക, ഇത് എളുപ്പമാണ് ചിന്തിക്കുക. നമ്മുടെ വലതു ഭാഗത്ത് സ്വർഗമാണെന്ന് നിങ്ങൾ ചിന്തിക്കണേ. വന്നാറ അൻ യസാരിക, ഇടതു ഭാഗത്ത് നരകമാണെന്നും ചിന്തിക്കേ. ശരിക്കാണ്, നമ്മള് സ്വർഗവാതിലുകൾ തുറന്നു കിടക്കാണ്. കത്തിയാളുന്ന നരകവാസികളുടെ ആർത്തനാദങ്ങൾ കേൾക്കുകയാണ് ഇവിടെ. വസ്സിറാത്തു തഹ്ത ഖദമൈക, നിന്റെ കാലിന്റെ താഴെ സിറാത്ത് എന്ന് പറയുന്ന ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം അഹദ്ദ മിനസ് സൈഫി വഅഖഫ മിനശ് ശഅരി എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ആ പരിശുദ്ധമായ ഹബീബിന്റെ ഹദീസിൽ വന്ന വഇം മിൻകും ഇല്ലാ വാരിദുഹാ كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. സൂറത്തു മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായി പരിചയപ്പെടുത്തിയ സിറാത്തിന്റെ മീതയാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഓർമ്മയുണ്ടായിരിക്കാം. ഫഇദാ ഫഅൽത, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫഅൻത മുസല്ലിൻ, അതാണ് നിന്റെ നിസ്കാരം, അതാണ് നിന്റെ നിസ്കാരം എന്ന് മഹാനായ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.